Hi friends, I am Dr. Sauda. I am a smile designer. എൻ്റെ ഒരുപാട് പേഷ്യൻസിലുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകൾക്കിടയിൽ ഒന്നോ രണ്ടോ പല്ലുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ കറക്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ആക്ച്വലി ദർ ആർ 5 ഓപ്ഷൻസ്. നമുക്ക് 5 തരത്തിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന പല്ലുകളിൽ നമ്മൾ മുത്തുപോലുള്ള സാധനം ഒട്ടിച്ച് വെച്ച് കമ്പി ഇട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല, അത് കോമൺലി നമ്മളെല്ലാവരും ചെയ്ത് കാണുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ഇറ്റേഴ്സ്, അതായത് ഈ ഒരു കമ്പി ഇട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചിലവർക്ക് അത്ര കംഫർട്ടബിൾ ആയി തോന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇൻവിസ്ലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻവിസ്ലൈൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു പ്ലാസ്റ്റിക് ലൈക്ക് ക്ലിയർ ആയിട്ടുള്ള നമ്പർ ഓഫ് ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് പല്ലിനെ പതുക്കെ പതുക്കെ നീക്കി അവരെ കറക്റ്റ് പൊസിഷനിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ്. ഈ 2 ഓപ്ഷൻസിന് നമുക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തോളം നമ്മൾ ഈ ഒരു അപ്ലയൻസ് ഇട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഇറ്റ് ഈസ് ഡയറക്റ്റ് ടു വിനേഴ്സ്. ഡയറക്റ്റ് ടു വിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല്ലിൻ്റെ സെയിം കളറിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട്, കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഗ്യാപ്പ് അടച്ചെടുക്കുന്ന ഒരു രീതി. അതാവുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് നമുക്ക് ഒരു ഇറ്റ് വാസ് വൺ ഓഫ് പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഒരു നല്ല ഓപ്ഷനാണ്. നമ്മൾ പല്ലിനെ അങ്ങനെ അത്രമാത്രം കട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ലുക്സ് എസ്തെറ്റിക്കലി നല്ല ഭംഗിയും ഉണ്ടാവും കാണാൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിനേഴ്സ്. ഇൻഡയറക്റ്റ് വിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിഥിയം ഡൈസിലിക്കേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലാസി ലൈക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പല്ലിൽ ഒട്ടിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പല്ലിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്ചർ കറക്റ്റ് ചെയ്യാൻ പറ്റും, പല്ലിൻ്റെ കളർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ ഡു ദ സ്മൈൽ ഡിസൈനിങ് ഓൾസോ. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഈ ഒരു കാര്യം എന്ന് പറയുമ്പം നമുക്കൊരു പെർമനൻറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ആൻഡ് ഓൾവേസ് സജസ്റ്റ് ഫോർ ദ സെയിം. അതൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ ഈ തേർഡ് ഓപ്ഷൻ പറഞ്ഞില്ലേ, കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച്, അതെന്ന് പറയുമ്പോൾ നമുക്കൊരു 1-2 സിറ്റിങ്ങിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫോർത്ത് ട്രീറ്റ്മെൻറ്റ് ദ വിനിയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 3-4 സിറ്റിങ് എന്തായാലും വേണ്ടി വരും. അതിന് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് ക്രൗൺ. അതായത് നമ്മൾ പല്ലിനെ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പല്ലിനെ നമ്മൾ 5 സൈഡും ഒരു 1 or 2 mm റിഡ്യൂസ് ചെയ്ത് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ഇടുന്ന ആ ഒരു രീതി. അത് ഞാൻ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് പറയാൻ കാരണം, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള അത്രയും നല്ലൊരു പല്ലിനെ നമ്മൾ ചുറ്റും വെട്ടി കൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു മുകളിൽ പറഞ്ഞ 4 ഓപ്ഷനും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഡെന്റിസ്റ്റുകൾ ആ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ക്രൗൺ അഡ്വൈസ് ചെയ്യുള്ളൂ. So I think you understood what are the 5 options. Thank you.